വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന പദ്ധതി എന്ന വിശേഷണമുണ്ട് ദേശീയപാത 66-ന്. മുംബൈ പൻവേലിൽ നിന്ന് തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന പാതയുടെ ആകെ ദൂരം 1640 കിലോമീറ്ററാണ്. ഇതിന്റെ 1/3 ഭാഗം, അതായത് 643 കിലോമീറ്റർ കടന്നു പോകുന്നത് കേരളത്തിലൂടെയാണ്. നടക്കില്ലെന്ന് കരുതിയ പദ്ധതി കേരളത്തിൽ ശരവേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച 2022 മുതൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അടുത്തിടെ ചില ഭാഗത്ത് ദേശീയപാതയുടെ ഭാഗങ്ങൾ തകർന്നത് അഭിമാന പദ്ധതിക്ക് കോട്ടം തട്ടിച്ചിട്ടുണ്ടെന്നതിൽ തർക്കമില്ല. നിലവിലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കാനാണ് ദേശീയപാത അതോറിറ്റി ശ്രമിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല കേരളത്തിലെ ദേശീയപാത നിർമ്മാണ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും അകപ്പെടുന്നത്. കേരളത്തിൽ പദ്ധതി നടക്കില്ലെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്തെ തങ്ങളുടെ ഓഫീസ് അടച്ചുപൂട്ടാൻ NHIA തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ സർക്കാർ മാറിയതിനു ശേഷം ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. സ്ഥലം ഏറ്റെടുക്കുന്നതിലും പരിസ്ഥിതി പ്രശ്നങ്ങളിലും പ്രതിഷേധങ്ങളിലും തട്ടി ദേശീയപാത നിർമ്മാണ വാർത്തകളിൽ ഇടം പിടിച്ചു. ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്താണ് കേരളത്തിലെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 23 റീച്ചുകളിലായാണ് കേരളത്തിലെ പാത നീളുന്നത്. കേരളത്തിലെ 9 ജില്ലകളിലൂടെ നീളുന്ന പുതുപാത 643 കിലോമീറ്റർ ദൂരം വരും. 56,910 കോടിയായിരുന്നു ആദ്യം കണക്കാക്കിയ ചിലവ്. ഭൂമിക്കായി കേരളം നൽകിയത് 5,600 കോടി രൂപയാണ്. പുതിയ കണക്കുകൾ പ്രകാരം 65,000 കോടിയാണ് ചിലവ്. 2022 നിർമ്മാണം തുടങ്ങി. പാത 2025 ഡിസംബറിൽ പൂർത്തീകരിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. തെക്ക് മുതൽ വടക്ക് വരെയുള്ള പാത കൊണ്ട് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നതാണ് വികസനപരമായ നേട്ടം. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വൻ വികസനമാണ് ദേശീയപാത കൊണ്ടുള്ള മറ്റൊരു നേട്ടം. കേരളത്തിന്റെ ഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാക്കാൻ പോകുന്ന കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത 66-ന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 2025 അവസാനം പദ്ധതി പൂർത്തിയാക്കും. 19 സ്ട്രെച്ചിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 100 കിലോമീറ്ററാകും പരമാവധി വേഗപരിധി. 6 വരി പാത വഴി തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ 3 മണിക്കൂറിനുള്ളിൽ എത്താം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്രയ്ക്ക് 9 മണിക്കൂർ മതിയെന്നും ദേശീയപാത അധികൃതർ പറയുന്നുണ്ട്. 701.451 കിലോമീറ്റർ ദേശീയപാതയിൽ 580 കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണ വേഗം കൂട്ടാനും സുരക്ഷ ഉറപ്പാക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളയിൽ ദേശീയപാത അതോറിറ്റി അധികൃതരുമായി യോഗം ചേരുന്നുണ്ട്. നീലേശ്വരം ടൗൺ ROB, ഇടപ്പള്ളി വൈറ്റില അരൂർ, കാരോട് മുക്കോല കഴക്കൂട്ടം ആകാശപാത, തലശ്ശേരി മാഹി ബൈപ്പാസ്, മൂരാട് പാലോളി പാലം എന്നിങ്ങനെ 7 സ്ട്രെച്ചുകളിൽ നിർമ്മാണം പൂർത്തിയായി. ദേശീയപാത അതോറിറ്റി പുറത്തുവിട്ട കണക്ക് പ്രകാരം രാമനാട്ടുകര വളാഞ്ചേരിയിൽ നിർമ്മാണം 95%, വളാഞ്ചേരി കാപ്പിരിക്കാട് സ്ട്രെച്ചിന്റെ നിർമ്മാണം 96% പൂർത്തിയായി. ഒപ്പം 400 മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കുന്നുണ്ട്. ദേശീയപാത വികസനത്തിന് രാജ്യത്ത് ആദ്യമായി ഭൂമി ഏറ്റെടുക്കലിന്റെ 25% സംസ്ഥാനം ചെലവഴിച്ചിരുന്നു. ഇതിനായി സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയത് 5,580.73 കോടി രൂപയാണ്. UDF സർക്കാരിന്റെ കാലത്ത് ദേശീയപാത അതോറിറ്റി ഉപേക്ഷിച്ചു പോയ പദ്ധതിക്കാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജീവൻ വെച്ചത്. 57,815 കോടി രൂപ ചെലവിട്ട് 6 വരിയായി ദേശീയപാത നിർമ്മിക്കുന്നത് സിഗ്നലുകളില്ലാതെയാണ്. ഇത് റിയൽ എസ്റ്റേറ്റുകാർക്ക് കൂടി വലിയൊരു നേട്ടം തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അതേസമയം ദേശീയപാത തകർന്ന വിഷയത്തിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. ദേശീയപാത അതോറിറ്റിയോടാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് പരിഗണനയിലുള്ള ഹർജിയുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്നതിനിടെയാണ് ദേശീയപാതയുടെ വിഷയത്തിൽ കോടതി ഇടപെട്ടത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടിയത്. പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്ത് ദേശീയപാത 66-ന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.